നമസ്കാരം. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഹരിമരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയായ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി അടുക്കത്തിൽ ആശാരിക്കന്റെ വീട്ടിൽ ജമാൽ മകൻ അമീറിനെയാണ് കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിലുള്ള മൈലസാന്ദ്രയിലെ ഫ്ളാറ്റിലെത്തിയാണ് ഇന്നലെ പോലീസ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പിടിയിലായ വർക്കല സ്വദേശികളായ ദീപു, അഞ്ജന കൃഷ്ണ എന്നിവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബംഗളൂരുവിലെത്തി അമീറിനെ പിടികൂടിയത്. പ്രതിക്ക് കോഴിക്കോട്, കുറ്റ്യാടി, പേരാമ്പ്ര, മട്ടന്നൂർ, വയനാട് സ്റ്റേഷനുകളിലും സമാന കേസുകളുണ്ട്. ഇയാൾ ലഹരി കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയാണെന്ന് പോലീസ് പറഞ്ഞു. നൈജീരിയൻ സ്വദേശികളാണ് അമീറിന് ലഹരി മരുന്ന് എത്തിച്ച് നൽകുന്നതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഇലക്ട്രോണിക് സിറ്റിയിലുള്ള മൈലസാന്ദ്രയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് കല്ലമ്പലം പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് സപ്ലൈ നടത്തും. അത്തരത്തിലുള്ളവരായിരുന്നു ദീപുവും അഞ്ജനയും. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് ലഹരി എത്തുന്നതുമായി ബന്ധപ്പെട്ട് രഹസ്യവിവരം ലഭിച്ചതിന് പിന്നാലെ കല്ലമ്പലത്ത് ദീർഘദൂര ബസ്സുകളിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ദീപുവും അഞ്ജന കൃഷ്ണയും പിടിയിലായത്. ഇവരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 25 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. ഒന്നാം പ്രതിയായ ദീപുവിൽ നിന്ന് MDMA വാങ്ങി കല്ലമ്പലം പ്രദേശത്ത് ചില്ലറ വിൽപ്പന നടത്തുന്ന കല്ലമ്പലം സ്വദേശിയായ ഷാൻ എന്നയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി K. സുദർശനൻ, വർക്കല ഡിവൈഎസ്പി ഗോപകുമാർ, തിരുവനന്തപുരം റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപ് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ കല്ലമ്പലം SHO പ്രൈജു, ഡാൻസ് ഓഫ് അംഗങ്ങളായ അനൂപ്, വിനേഷ്, ഡ്രൈവർ CPO ഷിജാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം.